കാര്യം തോന്നുന്നത് ഒന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, ലോകത്തെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനമുള്ള നാടാണ് കേരളം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ. പക്ഷേ 4 കോടി ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ഒരു പൊതുജനാരോഗ്യ സംവിധാനം കൊണ്ടു നടക്കുമ്പോൾ അതിന് പിഴവുകളില്ലാതെ കൊണ്ടു നടക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല. അതിപ്പോൾ ഏത് VD സതീശൻ വന്നിട്ട് മുഖ്യമന്ത്രിയായി നേരിട്ട് ആരോഗ്യം കൈകാര്യം ചെയ്താലും അത് പിഴവുകളില്ലാതെ കൊണ്ടു നടക്കാൻ പ്രയാസമായിരിക്കും. കാരണം നമ്മൾ അത്രയും വലിയൊരു പോപ്പുലേഷനിൽ ഒരു പൊതുജനാരോഗ്യ സംവിധാനം വേറൊരു മാതൃകയും ഇല്ലാതെ കൊണ്ടു നടക്കാൻ കുഴപ്പമുണ്ടാവും. ഉണ്ടാവുന്ന കുഴപ്പം പരിഹരിക്കേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പരിഹരിക്കാനാണ് നമ്മൾ സർക്കാരിനെ വെച്ചിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇങ്ങനെ എഴുതി ഒട്ടിക്കുന്ന സൂപ്രണ്ടുമാർ വലിയ മിടുക്കാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയല്ല ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇതാ ഈ ആശുപത്രിയിൽ കത്രികയില്ല കൈകാര്യം ചെയ്ത ഡോക്ടർ ഹാരിസനുണ്ടായ അനുഭവി ഡോക്ടർമാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ഇത് അവരിത് മൊത്തം നശിച്ചാണെന്നല്ല. ഒരു ആശുപത്രിയിൽ കയറി വരുന്ന ആളുകളെ മുഴുവൻ പാനിക്കാക്കുന്ന രീതിയിൽ എഴുതി ഒട്ടിച്ചു വെക്കുന്നതിന്റെ മര്യാദ എന്താണ്? ഈ ആശുപത്രിയിൽ വന്നാൽ കത്രികയില്ല, ഇവിടെ ഓക്സിജൻ ഇല്ല. ഇതിനകത്ത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടറുടെ തുടക്കത്തിൽ പറയുന്നതിന്റെ ഏറ്റവും അവസാനം പറയുന്ന വരി ഇങ്ങനെ 8 കാര്യം പറഞ്ഞു. ഇത്രയൊക്കെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ട് മരണം വന്നാലും എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പൂർണ്ണ സമ്മതമാണെന്ന് എഴുതി വെക്കണമെന്നാണ് പറഞ്ഞത്. ഇതൊരു ട്രോളാണെന്ന് നമുക്ക് ഒന്ന് ആദ്യമായി മനസ്സിലാക്കണം. ഇത് ട്രോൾ. ഒരു മിനിറ്റ് ഇത് ആരെയാണ് ട്രോൾ ചെയ്തത്? അതിന്റെ തുടക്കം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പ്രകാരം മെഡിക്കൽ കോളേജുകളിൽ സൗകര്യമില്ലായ്മയും ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ഡോക്ടർക്ക് ആയതിനാൽ ഇവിടെ ആരോഗ്യ മേഖല ഒരു വലിയ ക്രൈസിസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ഡോക്ടർ ഹാരിസ് ഇറക്കൽ പറഞ്ഞത് രോഗികളുടെ നിന്ന് പിരിവിട്ട് വാങ്ങിച്ചിട്ടാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും മെഡിക്കൽ കോളേജുകളിൽ ഈ സ്ഥിതി തുടരുന്നുള്ള കാര്യം പച്ചയായ സത്യമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുന്നില്ല, പരിഹരിക്കേണ്ട. പക്ഷേ ഡോക്ടർമാരെ വെറുതെ ഇവർക്ക് ഇട്ടുകൊടുത്തിട്ട് അവസാനം ഇത് ഞാനെല്ലാം ശരിയാണ്. ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഡോക്ടർക്ക് എന്തോ വലിയ കുഴപ്പമാണ്, ആ ആശുപത്രിയിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് മന്ത്രിയുടെ 2 മിനിറ്റ് മുമ്പ് നമുക്ക് ആ വാർത്ത വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് റാന്നി മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രശ്നം ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കാതെ ഡോക്ടർമാരുടെ തലയിൽ ഇട്ട് പോയാൽ ഡോക്ടർമാർ തിരിച്ചു തന്നെ പറയും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് വസ്തുതാവിരുദ്ധമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടില്ല. സമ്മതിക്കുന്നു ഞാനല്ല. പൊതുജനാരോഗ്യ മേഖലയിൽ പ്രശ്നമുണ്ട്, എല്ലാം ഡോക്ടർമാരെ ഇട്ട് കൊടുക്കണം. ഹർഷിനയുടെ കേസെടുക്കുക, ഡോക്ടർമാരെ ഇട്ട് കൊടുത്തോ ഇല്ല. ഇപ്പോഴും ഡോക്ടർമാരെ മൊത്തം അതിനകത്ത് അക്കൗണ്ടബിൾ ആക്കിയിട്ടില്ല എന്നതിന്റെ പേരിൽ രാഷ്ട്രീയമായ ആക്ഷേപം സർക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരെ എപ്പോഴും സർക്കാർ ഇട്ട് കൊടുക്കണം. ഭാഗത്ത് നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായി. ആ സമ്മർദ്ദത്തിനും വഴിപ്പെടുന്ന സർക്കാരാണ് ഈ സർക്കാർ. അത് ഏത് സർക്കാരിനും വഴിപ്പെടേണ്ടി വരും. അങ്ങനല്ല ഇത് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഇപ്പുറത്ത്, ഒന്നെങ്കിൽ ഇങ്ങേയറ്റം, അല്ലെങ്കിൽ അങ്ങേയറ്റമല്ല. ഇതിനകത്ത് ഒരു നേരായ രീതിയുണ്ട്. ഓരോ വിഷയത്തിനും എടുക്കേണ്ട നിലപാടാണ്. ഞാൻ പറയുന്നത് ആശുപത്രിയിൽ പ്രശ്നങ്ങളുണ്ട്. ആ ആശുപത്രിയിൽ മാത്രമല്ല പല ആശുപത്രിയിലും പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയുടെ വലിപ്പം ആ നിലയ്ക്ക് വലുതാണ്, സങ്കീർണമാണ്. പക്ഷേ ഒരു സൂപ്രണ്ട് അവിടെ കയറി വരുന്ന ആളുകളെ മുഴുവൻ പാനിക്കാക്കുന്ന രീതിയിലും ഒരു ഭരണകൂടത്തെ ആകമാനം അപഹസിക്കുന്ന രീതിയിൽ നോട്ടീസ് അടിച്ചു വെച്ചിട്ടല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. കഴിഞ്ഞ 9 വർഷം ഈ ഡോക്ടർമാർ നോട്ടീസ് അടിച്ചിട്ടില്ല. ഇപ്പൊ ചെയ്യുന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തുന്ന എതിർപ്പിന് അവർക്ക് സപ്പോർട്ട് കിട്ടും. ഇതുവരെ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ ഹാരിസിന്റെ അനുഭവങ്ങൾക്ക് മുമ്പിലുണ്ട്. ഡോക്ടർ ഹാരിസ് ഇറക്കലിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് എപ്പോഴാണ്? ആദ്യത്തെ 4 ദിവസം ഇയാൾക്ക് വട്ടാണെന്നും ഇയാൾക്ക് മാനസിക രോഗമാണെന്നും ഇയാൾ വലിയ കുഴപ്പക്കാരനാണെന്നും ഇയാൾ അവിടുത്തെ ഉപകരണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞ അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴല്ലേ ഹാരിസ് ഇറക്കലിനെ ചേർത്ത് പിടിച്ചത് ഈ സംവിധാനം. ഇങ്ങനെയല്ല കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. ഡോക്ടർ രോഗികൾ പേടിച്ചു പോകും. പക്ഷെ അങ്ങനെയൊക്കെ ഡോക്ടർമാർ ചെയ്തത് ഒരു കാരണവശാലും ആരോഗ്യ വകുപ്പും സർക്കാരും ഡോക്ടർമാരും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നോട്ടീസ് അവിടെ ഇടാൻ ധൈര്യം കാണിക്കുന്നത് ഒന്നെങ്കിൽ അയാൾക്ക് മാനസിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ സർക്കാരിനോട് ഒരു തരത്തിൽ നമുക്ക് അക്കൗണ്ട് ചേർന്ന് പോകാൻ പറ്റില്ല ഇത് തീരുമാനിച്ചുകൊണ്ടായിരിക്കും. സർക്കാർ വിവാദങ്ങളിൽപ്പെട്ടിട്ട് കുറച്ച് വീക്കാണ്, ചാമ്പിക്കളയാം എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പോൾ ധൈര്യം വരും, ആൾക്ക് തുറന്നു പറയാൻ ധൈര്യം വരും. രണ്ടാമത്തെ കാരണം സർക്കാർ ഈ ഡോക്ടർമാരെ അങ്ങനെയല്ല ഡീൽ ചെയ്തിട്ടുള്ള ഓരോ സമയത്തും പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഈ ഡോക്ടർ ഹാരിസ് ഇറക്കൽ എന്താ പറഞ്ഞത്? എത്ര പ്രാവശ്യം ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ പോയി അവസാനം ഒരു രോഗിയെ മര്യാദയ്ക്ക് ഡീൽ ചെയ്യില്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, അതായത് വകുപ്പിന്റെ കൂടെയുള്ള മന്ത്രിയുടെ PA വിളിച്ച് ശാസിച്ചോ എന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പ്രശ്നം ഉണ്ടാവും. മന്ത്രിക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർമാർ ഇങ്ങനെ പരസ്യമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗവും PA സംസ്ഥാന കമ്മിറ്റി അംഗവും